ഹലോ മൈ ഫ്രണ്ട്സ്, ലെസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് മുഖക്കുരു ഉള്ളവർക്കാണ്. കുറേ നാളായി ഞാൻ മുഖക്കുരുവിനെ കുറിച്ചൊരു പോസ്റ്റ് ഇട്ടിട്ട്. അപ്പോൾ കഴിഞ്ഞ 2-3 വീഡിയോയ്ക്ക് മുന്നേ എൻ്റെ അടുത്ത് പലരും ചോദിച്ചിരുന്നു. ഞാൻ പഴയ വീഡിയോസൊക്കെ ഇട്ട് കൊടുത്തു എങ്കിലും അപ്പം ഞാനൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ പുതിയതായിട്ട് നിങ്ങളോട് കുറച്ച് ഒരു പാക്ക് പറയാമെന്നോർത്ത് വന്നാണ് കേട്ടോ. അപ്പോൾ ഈ മുഖക്കുരു പല കാരണങ്ങൾ കൊണ്ടാണല്ലേ, അതൊക്കെ ഞാൻ പഴയ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനകത്തൊന്നും ആവർത്തിക്കുന്നില്ല. ഓയിലി സ്കിന്നുള്ളവർക്കാണ് ഇത് കൂടുതൽ നമുക്ക് കണ്ടുവരുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു കൗമാരപ്രായക്കാരിലും പിന്നെ നമ്മുടെ ഒരു മെനപ്പോസ് ടൈമിലൊക്കെയാണ് ഈ വലിയ മുഖക്കുരുവും ചെറിയ മുഖക്കുരുവും പിമ്പിൾസും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മുഖത്ത് വരുന്നത് അല്ലേ. അപ്പോൾ ഏറ്റവും എളുപ്പം നമുക്ക് ആ സ്പോട്ടിൽ അപ്ലൈ ചെയ്യാവുന്ന ഒരു പാക്കായിട്ടാണ് ഞാൻ വന്നത് കേട്ടോ. ഇതിന് നമുക്ക് വേണ്ട ഒനിയനാണ്, സവാള. നമ്മുടെ ചുമന്ന് പല നിറത്തിലുള്ള സവാള കിട്ടുമല്ലോ, വലിയ സവാള, വലിയ ഉള്ളി എന്നൊക്കെ ചിലവർ പറയുന്നത് കേൾക്കാം. അപ്പോൾ ആ സവാള വെച്ചാണ് നമ്മളിന്ന് ഒരു പാക്ക് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഈ സവാളയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിറയെ വൈറ്റമിൻ സി ഉണ്ട് കേട്ടോ. അപ്പോൾ സവാള കഴിക്കുന്നത് നല്ലതാണ്. നമ്മളെല്ലാ കറികളിലിടും, സാലഡ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിലിടും. ഇപ്പോൾ സവാള കഴിക്കുന്നതിൻ്റെ ഗുണങ്ങളും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കാണണേ. അപ്പോൾ കാണാത്തവർ ഓക്കെ. അപ്പോൾ ഈ സവാളയുടെ ഏറ്റവും നമ്മൾ ഈ മുഖക്കുരുവിന് ഇത് പിന്നെ അപ്ലൈ ചെയ്യാൻ കാരണം എന്താണെന്നോ, നിറയെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് ഇതിനകത്ത്. ആൻറ്റി ബാക്ടീരിയലാണ്, ആൻറ്റി സെപ്റ്റിക്കാണ്, അതുപോലെ തന്നെ ഇതിൽ ഫൈറ്റോ കെമിക്കൽസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മുഖക്കുരുവിനെ പ്രതിരോധിക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒത്തിരി ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അതെല്ലാം നമ്മൾക്ക് ഈ മുഖക്കുരുവിനെ പ്രതിരോധിക്കാൻ നല്ല. മുഖക്കുരു മൂലം ഉണ്ടാകുന്ന ചർമ്മത്തിലുണ്ടാകുന്ന പാടുകളും പിന്നെ ടിഷ്യൂസിൽ വരുന്ന നിറവ്യത്യാസങ്ങളും എല്ലാത്തിനും നമുക്ക് ഈ ഒരു പാക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അത് പിന്നെ ആൻറ്റി ബാക്ടീരിയലാണ്, പിന്നെ ആൻറ്റിസെപ്റ്റിക്കാണ്. ഈ വൈറസ് മൂലവും ബാക്ടീരിയ മൂലം ഫംഗൽ മൂലം ഒക്കെ മുഖത്തൊക്കെ വരുന്ന ഇങ്ങനെയുള്ള കുരുക്കളും മുഖക്കുരുകൾക്കും എല്ലാത്തിനും ഒരു റെമഡിയാണ് സവാള കേട്ടോ. ഈ ഫൈറ്റോ കെമിക്കൽസ് ഇതിൽ അടങ്ങിയിരിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് നമ്മുടെ സ്കിന്ന് സോഫ്റ്റ് ആവുന്നതിനും ബ്രൈറ്റ് ആവുന്നതിനും ഒക്കെ ഇത് നല്ലതാണ്. പിന്നെ സ്കിന്നിന് നല്ല എന്താ പറയണത്, തിളക്കം കിട്ടുന്നു. കളർ, വൈറ്റമിൻ സി ഉണ്ട്, അപ്പോൾ സ്കിന്നിന് കളറ് ഉണ്ടാവും. പ്രത്യേകിച്ച് മുഖക്കുരു വന്നവരുടെ ഒരു പ്രശ്നം, ഈ ഭാഗങ്ങളിലെല്ലാം ഇങ്ങനെ കറുത്ത് കിടക്കും അല്ലേ, കറുത്ത് ഡോട്ടായിട്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ അതിൻ്റെ ടിഷ്യൂസിനൊക്കെ ഡാമേജ് വരുന്നതാണ്. അപ്പോൾ അതിനെല്ലാത്തിനും ഗുണം ചെയ്യുന്നതാണ് ഈ സവാള ഫേസ് പാക്ക് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് ഒന്നും വേണ്ട, സവാള മാത്രം മതി കേട്ടോ. സവാള നമ്മൾ നന്നായിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കാം കേട്ടോ. അത് ഗ്രൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കാം. ജ്യൂസ് എടുത്തിട്ട് നമുക്ക് പിന്നെ ഒരു കോട്ടണിൽ മുക്കി ഈ മുഖക്കുരു ഉള്ളിടത്ത് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നോ, നമ്മൾ എപ്പോഴും ഈ മുഖക്കുരുവൊക്കെ ഉള്ളവർ എപ്പോഴും മുഖത്ത് ഇങ്ങനെ നമ്മൾ കൈ എപ്പോഴും തൊടരുത്. ഇനി കൈ തൊടുമ്പോൾ തന്നെ നന്നായിട്ട് കൈയൊക്കെ വാഷ് ചെയ്യണം, നഖമൊക്കെ വെട്ടിക്കളയണം. അപ്പോൾ അതിനകത്ത് കണുക്കൾ കാണും. അപ്പോൾ നമ്മളത് മുഖത്ത് ഈ കുരു ഉള്ളിടത്തൊക്കെ ടച്ച് ചെയ്യുമ്പോൾ അത് കൂടുതൽ മോശമാവും. അതുകൊണ്ട് തീർച്ചയായിട്ടും കൈയൊക്കെ കഴുകണം. എന്നിട്ടൊരു കോട്ടണിൽ മുക്കി ഈ ഭാഗത്ത് നമുക്ക് കുരു ഉള്ളിടത്ത് മാത്രം നമുക്ക് വെച്ച് കൊടുത്ത് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വാഷ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ സവാള ചിലവരെ സംബന്ധിച്ച് അലർജി ഉണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ തലേന്ന് തന്നെ ഈ സവാള ജ്യൂസ് എടുത്ത് കൈൻ്റെ റിസ്റ്റിലിട്ട് നോക്കുക. ഒരു 24 മണിക്കൂർ കഴിയുമ്പോൾ ആ സ്ഥലങ്ങളിൽ ഇച്ചിരി വലുതാക്കി റൗണ്ടിൽ ഇട്ട് കൊടുക്കണേ. ആ സ്ഥലങ്ങളിൽ തടിക്കോ അതുപോലെ ചുമന്നിരിക്കുമോ അല്ലെ പിന്നെ ഇടുമ്പോൾ തന്നെ വല്ലാണ്ട് ഇച്ചിങ് വരുമോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ചേരില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിച്ചിട്ട് വേണം ഇടണം. അപ്പം ഞാൻ സവാള ഫേസ് പാക്ക് പറഞ്ഞെന്നും പറഞ്ഞ് ഓടിച്ചാടി കയറി എടുത്ത് ഇടരുത്, ടെസ്റ്റ് ചെയ്തിട്ടേ ഇടാവൂ. ഓക്കെ, ഇനി ഒരു പാക്കും കൂടെ പറയാം കേട്ടോ. അതിന് നമുക്ക് അലോവേറ ജെല്ല് വേണേ. ഈ അലോവേറയുടെ ജെല്ലിൻ്റെ ഗുണം ഒത്തിരി ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഇതിൻ്റെ ആവശ്യത്തിന് പറയുവാണ്. ആൻറ്റി മൈക്രോബയലാണ് ഇത്. നമ്മുടെ ഹീലിംഗ് പ്രോപ്പർട്ടീസ്, ഹീലിങ്ങിന്, അതായത് മുഖത്തുണ്ടാവുന്ന നീർവീക്കങ്ങൾ അതുപോലെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണ്. പിന്നെ ആൻറ്റി ബാക്ടീരിയലാണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. അതുകൊണ്ടൊക്കെ തന്നെ മുഖക്കുരു ഉള്ളവർക്ക് ഏറ്റവും നല്ലൊരു റെമഡിയാണ് അലോവേറ ജെല്ല്.
കേട്ടോ. അലോവേറ ജെല്ല് നമുക്ക് വാങ്ങാൻ കിട്ടും. പിന്നെ നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ നമുക്കത് അത് മതിയായ ജ്യൂസ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഉടനെ അത് കട്ട് ചെയ്ത് അത് ജ്യൂസൊന്നും എടുക്കല്ലേ. കട്ട് ചെയ്ത് നമ്മൾ കുറേ നേരം വെച്ച് അതിനകത്തുനിന്ന് ഊറി വരുന്ന ഒരു മഞ്ഞ ഇത് സിറമുണ്ട്. അത് കംപ്ലീറ്റ് ഒരു പേപ്പറിലോട്ട് വെച്ച് കംപ്ലീറ്റ് അത് പോയി കഴിഞ്ഞതിന് ശേഷം അതെല്ലാം നന്നായിട്ട് കഴുകി നമുക്കകത്തെ പൾപ്പ് എടുക്കണേ. ഒറ്റ ട്രിപ്പിൽ അതെടുത്ത് തേക്കരുതേ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുടെ അടുത്ത് പറയുവാണ്, ഇതൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മളങ്ങനെ അതിൻ്റെ ജ്യൂസ് എടുക്കുക. പിന്നെ നമുക്ക് ജെല്ല് ഇപ്പോൾ ഇഷ്ടം പോലെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. നമുക്ക് നല്ല ജെല്ല് നിങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒരു 1:1 എന്നുള്ള അനുപാതത്തിൽ 1 സ്പൂൺ ജെല്ലും 1 സ്പൂൺ സവാള ജ്യൂസും കേട്ടോ, ഒനിയൻ ജ്യൂസും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഈ ഭാഗങ്ങളിലെല്ലാം പുരട്ടാം. പിന്നെ നിങ്ങളുടെ മുഖത്ത് തരുതരാന്ന് നിറയെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അധികം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരുമല്ലോ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് തേനും കൂടെ ആഡ് ചെയ്തോളൂ കേട്ടോ. 1 സ്പൂൺ തേനും കൂടെ ആഡ് ചെയ്തിട്ട് ഈ മുഖത്തെല്ലാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അധികം ഭാഗങ്ങളിലുണ്ടെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യാം. പിന്നെ എടുത്തു പറയേണ്ട ഒന്ന് എന്താണെന്നോ, നല്ല ഒന്നാന്തരം അസ്ട്രജൻ്റാണ് നമ്മുടെ അലോവേറ ജെല്ല്. അപ്പോൾ അത് നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ഡാമേജ്, ഇപ്പോൾ ഡാമേജ് എന്ന് പറയുമ്പോൾ മുഖക്കുരു വന്നു കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുഖത്തെ ഭാഗങ്ങളിലൊക്കെ കറുത്ത പാടുകളിരിക്കും, പിന്നെ സ്കാർസ് വരും. അപ്പോൾ ഇതെല്ലാം ടിഷ്യൂസിൻ്റെ ഡാമേജും അതുപോലെ സ്കിന്നിൻ്റെ ഡാമേജും സെൽസിൻ്റെ ഡാമേജും എല്ലാം അകറ്റുന്നതിന് ഈ ഒനിയൻ ജ്യൂസും നല്ലതാണ്, അതുപോലെ തന്നെ അലോവേറ ജെല്ലും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല ഇതിൻ്റെ റിസൾട്ട് കിട്ടുമേ. അപ്പോൾ ഇങ്ങനെ 1:1 എന്നുള്ള അനുപാതത്തിൽ ഇത് നമുക്ക് മിക്സ് ചെയ്യുക. ഇതെല്ലാം മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വാഷ് ചെയ്ത് കളയാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത് ഡ്രൈ ആവുന്ന ഒരു പ്രവണത നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മോയ്സ്ചറൈസർ ഉപയോഗിക്കാം. അത് വാങ്ങണ മോയ്സ്ചറൈസർ എന്നൊന്നും ഇല്ല കേട്ടോ. എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ ഇച്ചിരി വെളിച്ചെണ്ണയോ എന്തെങ്കിലും എടുത്തൊന്ന് ആ ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഓയിലി ഉള്ള സ്കിന്നുള്ളവർക്ക് ഇങ്ങനെയുള്ള മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്യാൻ പേടിയാന്ന് എനിക്കറിയാം. അപ്പം നിങ്ങൾ അങ്ങനെയാണെങ്കിൽ റോസ് വാട്ടർ അപ്ലൈ ചെയ്തോളൂ. അപ്പോൾ എല്ലാത്തിനും അതിനൊരു പരിഹാരമാണ് കേട്ടോ. അപ്പോൾ ഇച്ചിരി റോസ് വാട്ടർ ഒന്ന് സ്പ്രേ ചെയ്താലും മതി, ഡ്രൈ ആവുന്നെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം. ഓക്കെ. അപ്പോൾ എൻ്റെ ഈ പോസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ. പിന്നെ ഇത് ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ ഈ മുഖക്കുരു ഇങ്ങനെ അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, ഓയിലി ഫുഡ് കുറയ്ക്കണം, പിന്നെ നമ്മൾ വൃത്തിയായിട്ടിരിക്കണം, മുഖം 2 നേരം വാഷ് ചെയ്യണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ പുറകിലുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ എന്നെ വാച്ച് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. മുഖക്കുരുള്ള അമ്മമാർ കാണുന്നവർ മക്കൾക്കും അങ്ങനെ അറിയുന്നവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ. എളുപ്പം ചെയ്യാവുന്നതാണല്ലോ. അപ്പോൾ എന്നെ എല്ലാവർക്കും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ എന്നെ വാച്ച് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനെല്ലാം ഷെയറും ചെയ്യണം. ഓക്കെ എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.